بسم الله الرحمن الرحيم. അറിവിൻ്റെ നവ ഉദ്യാനങ്ങളുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നും വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളോട് ചേർന്നു നിന്നതായി കാണാം. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിദ്യാഭ്യാസ മുന്നേറ്റ പ്രവർത്തനങ്ങളുടെ പ്രധാന സവിശേഷത എന്തെന്നാൽ അവ ആധുനികതയുടെ അച്ചടിയോ നവോത്ഥാന മുന്നേറ്റങ്ങളോ കൊണ്ടുവന്ന പെട്ടെന്നുള്ള ഒരു ശ്രമമല്ല, മറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബത്തും നിർമ്മിച്ചെടുത്ത വൈജ്ഞാനിക അന്തരീക്ഷം ലോകത്തിൻ്റെ വിവിധയിടങ്ങളിലേക്ക് പ്രചരിക്കുകയും അതിൻ്റെ അലയൊലികൾ കേരളത്തിലും പ്രതിഫലിക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള ആ വിശാലമായ ചരിത്രം സമസ്തയിലൂടെ ഇന്ന് ജാമിഅത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയയിൽ എത്തി നിൽക്കുകയാണ്. കാലം 19-ാം നൂറ്റാണ്ട്. ഇന്ത്യയിലെ മുസ്ലിം സമൂഹങ്ങൾ നിരവധിയായ തിരിച്ചടികൾ നേരിടേണ്ടി വന്നു. മുഗളന്മാരുടെ ഭരണം അസ്തമിക്കുകയും ബ്രിട്ടീഷുകാരുടെ ക്രൂര മനസ്സുകൾ മുസ്ലിം ഉമ്മത്തിനെതിരെ തിരിയുകയും ചെയ്തു. ഇതിനെ പ്രതിരോധിക്കാനെന്നോണം അന്നത്തെ ഉലമാക്കൾ രാജ്യവ്യാപകമായി മതസ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങി. വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്ത് അടക്കമുള്ള നിരവധിയായ സ്ഥാപനങ്ങൾ അത്തരം പ്രവർത്തനങ്ങളുടെ പ്രതിധ്വനിയാണ്. അതാതുകാലങ്ങളിലെ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് പണ്ഡിതർ ഉമ്മത്തിനെ മുന്നോട്ട് നയിച്ചത് പ്രധാനമായും വിദ്യാഭ്യാസത്തിലൂന്നിക്കൊണ്ടാണ്. കാലം ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ ഇത്തരം പ്രതിരോധ പ്രവർത്തനങ്ങൾ കാലാനുസൃതമായി നടത്തിപ്പോരുകയും പള്ളി ദർസുകളും ദഅവ കോളേജുകളും വ്യാപകമാവുകയും ചെയ്തു. ഇത്തരം സംവിധാനങ്ങൾ വ്യത്യസ്തങ്ങളായ ചിന്താധാരകളിലൂടെ പോകുന്നത് അപകടകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുമെന്ന ഉലമാഇൻ്റെ നിഗമനം 2010 ജാമിഅത്തുൽ ഹിന്ദ് എന്ന ആശയത്തിലേക്ക് സമസ്തയെ വഴി നടത്തി. താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ തങ്ങൾ പ്രസിഡന്റായും നൂറുൽ ഉലമ എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ സെക്രട്ടറിയായും രൂപീകരിച്ച കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമ്പന്നരുടെ മക്കൾ ഭൗതിക വിദ്യാഭ്യാസം അഭ്യസിച്ച് മതപരമായ കാര്യങ്ങളോട് വിമുഖത കാണിക്കുന്നതും സാധാരണക്കാരുടെ മക്കൾ മതപാഠങ്ങളിൽ നിന്ന് അല്പം മാത്രം പഠിച്ച് ഭൗതിക പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന സാഹചര്യത്തിലാണ് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉടലെടുക്കുന്നത്. ഇത്തരത്തിലുള്ള അനേകം സ്ഥാപനങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുമിച്ച് കൂട്ടി ഗവേഷണ തലങ്ങളിലേക്കും ഉയർന്ന ഉദ്യോഗങ്ങളിലേക്കും അവരെ കൈപിടിച്ചുകൊണ്ട് സമൂഹത്തിന് ഉപകാരപ്രദമായ ഒരു ഉത്തമ സമുദായത്തെ വളർത്തിയെടുക്കുക എന്നതാണ് ജാമിഅത്തുൽ ഹിന്ദ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസം ഒരുപോലെ വിതരണം ചെയ്യുന്ന ജാമിഅ ആധുനിക യൂണിവേഴ്സിറ്റി മാതൃകകളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം, തമിഴ്നാട്, കർണാടക, അന്തമാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം വിദ്യാർത്ഥികളെ മാർഗഭ്രംശങ്ങളിൽ നിന്നും ഋജുപാതയിലേക്ക് വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. അടുത്ത കാലത്തായി സ്ഥാപനത്തിലേക്കുള്ള അഡ്മിഷൻ ഏകജാലക സംവിധാനത്തിലേക്ക് മാറിയതോടുകൂടി 300-ലധികം വരുന്ന സ്ഥാപനങ്ങളിലേക്ക് ഒറ്റ അപേക്ഷയും പരീക്ഷയും എന്ന നിലയിലേക്ക് മാറി. സെലക്ഷൻ പരീക്ഷകൾക്കു ശേഷം 1-2 സ്പോട്ട് അലോട്ട്മെൻറ്റുകളിലൂടെ വിദ്യാർത്ഥികൾക്ക് ഇഷ്ട സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കാനും റാങ്ക് ലിസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി ഇഷ്ട സ്ഥാപനങ്ങളിലേക്ക് പ്രവേശനം നേടാനും ഇതുവഴി സാധിക്കും. ഇത്തരമൊരു മുന്നേറ്റത്തിലൂടെ രക്ഷിതാക്കൾ സ്ഥാപനങ്ങൾ കയറി ഇറങ്ങുന്നത് ഒഴിവാക്കാനും തൽപരരായ മുഴുവൻ വിദ്യാർത്ഥികളെയും ഇത്തരം മേഖലകളിലേക്ക് കൊണ്ടുവരാനും ജാമിഅക്ക് കഴിയുന്നു. സാമൂഹികമായ ഉന്നമനത്തിനു വേണ്ടി നിരവധിയായ പ്രോഗ്രാമുകൾ ഇൻസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. 8, 11 തുടങ്ങിയ ക്ലാസുകളിലേക്ക് തൽപരരായ വിദ്യാർത്ഥികൾക്ക് മതബൗദ്ധിക വിഷയങ്ങളിൽ ശക്തമായ അടിത്തറ രൂപീകരിക്കാൻ വേണ്ടി ഫൗണ്ടേഷണൽ ആൻഡ് ഇൻ്റർമീഡിയറ്റ് പ്രോഗ്രാംസ് എന്നതിനു പുറമെ ഡിഗ്രി തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭാവിയെ ശോഭനമാക്കാൻ ഉതകുന്ന വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളോടൊപ്പം ഇഷ്ടവിഷയത്തിൽ ഡിഗ്രി ചെയ്യാനുള്ള അവസരവും ബാച്ചിലേഴ്സ് പ്രോഗ്രാംസ് വഴി നൽകി വരുന്നു. കൂടാതെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ വഴി വിഷയങ്ങളിലെ വിദഗ്ധതയെ കണക്കിലെടുത്തുകൊണ്ട് അതിനെ പരിപോഷിപ്പിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളും അനുവദിച്ചു നൽകുന്നു.
ആധുനിക സർവകലാശാലകളിൽ പിന്തുടരുന്ന മേജർ, മൈനർ, ഇലക്റ്റീവ് തുടങ്ങിയ വിഷയങ്ങളിലെ വർഗീകരണത്തോടു കൂടിയ ശക്തമായ സിലബസും ക്രെഡിറ്റ് സംവിധാനത്തോടു കൂടിയുള്ള സെം എക്സാമുകളും ജാമിഅയുടെ പ്രധാന സവിശേഷതകളാണ്. യങ് റിസർച്ചേഴ്സ് കോൺക്ലേവ് പോലുള്ള പരിപാടികളിലൂടെ ഗവേഷണത്വര വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുന്നതിനും അറിവിൻ്റെ പുരോഗതി സാധ്യമാക്കാനും വേണ്ടി ഉപകൽപ്പന ചെയ്ത റിസർച്ച് പ്രോഗ്രാമുകൾ ഫിഖ്ഹ്, തഫ്സീർ, ഹദീസ് തുടങ്ങിയ വിഷയങ്ങളിലെ ഗവേഷണങ്ങൾക്കു പുറമെ വിശ്വാസശാസ്ത്രം, ഇസ്ലാമിക് ഫിലോസഫി, ഉസൂലുൽ ഫിഖ്ഹ്, ഇസ്ലാമിക് ഫൈനാൻസ്, ഇസ്ലാമിക് ലോ തുടങ്ങിയ മേഖലകളിൽ മുതവ്വൽ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ഫെലോഷിപ്പോടു കൂടെയുള്ള ഗവേഷണ സാധ്യതകളും ജാമിഅ വിഭാവനം ചെയ്യുന്നു. യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കുന്ന നവകാല യുഗത്തിൽ കാലോചിതമായി ഖുർആൻ, ഫിഖ്ഹ്, ഹദീസ് തുടങ്ങിയ വിഷയങ്ങളിൽ സെമിനാറുകളും നടത്തിവരുന്നു. എന്നതിനു പുറമെ ഗോളശാസ്ത്രം പോലുള്ള മുഖ്യമായ വിഷയങ്ങളിൽ ശില്പശാലകളും സംഘടിപ്പിച്ചു വരുന്നു. സൗത്തുൽ ജാമിഅ അടക്കമുള്ള നിരവധിയായ പ്രസിദ്ധീകരണങ്ങളിലൂടെ പ്രസിദ്ധി ആർജിച്ച ജാമിഅക്ക് ഇന്ന് 40-ലധികം വരുന്ന പ്രസിദ്ധീകരണങ്ങൾ വിവിധങ്ങളായ ഭാഷകളിലുണ്ട്. വർഷം തോറും ജാമിഅക്കു കീഴിൽ നടത്തിവരുന്ന മഹ്റജാൻ എന്ന ഫെസ്റ്റ്, യൂണിറ്റ്, ദായിറ, സ്റ്റേറ്റ് എന്നീ തലങ്ങളിലായി നടന്നുവരുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളിലെ കലാപരമായ അഭിരുചികളെ പരിപോഷിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ഇത്തരത്തിൽ വൈജ്ഞാനിക മേഖലയിൽ വ്യക്തമായ അടയാളപ്പെടുത്തലുകൾ നടത്തിയ ജാമിഅത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയക്ക് ഇന്ന് 300-ലധികം വരുന്ന അഫിലിയേറ്റഡ് കോളേജുകൾ, 12,000-ലധികം വരുന്ന പഠിതാക്കൾ, 2,000-ലധികം വരുന്ന അക്കാഡമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്സ്, 5,000-ന് പുറത്തു വരുന്ന അലുമിനികൾ എന്നിവരാൽ സമ്പന്നമാണ്. സ്ഥാപനം നൽകി വരുന്ന ഹാദി ബിരുദത്തിന് മൗലാന ആസാദ് നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദിഷ്ട വിഷയങ്ങളിൽ PG, PhD എന്നിവക്കുള്ള അംഗീകാരം നൽകിയത് ജാമിഅയുടെ നിലവാരത്തെ അടയാളപ്പെടുത്തുന്നു. വരാനിരിക്കുന്ന 5th എഡിഷൻ ഹാദി കോൺവക്കേഷൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഗ്ലോബൽ യൂണിവേഴ്സിറ്റി സമ്മിറ്റിൽ ജാമിഅത്തുൽ ഹിന്ദും ലോകത്തെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുന്നതിലൂടെ ജാമിഅക്ക് ലോകരാജ്യങ്ങൾക്കിടയിൽ വ്യക്തമായ അടയാളപ്പെടുത്തലുകൾ നടത്താനുള്ള അവസരങ്ങൾ കൂടി ലഭിക്കുകയാണ്. മതപാണ്ഡിത്യത്തോടൊപ്പം സിവിൽ സർവീസ് അടക്കമുള്ള ഗവൺമെൻറ് തസ്തികകൾ, സർക്കാരിതര സർവീസുകൾ, വിദേശ യൂണിവേഴ്സിറ്റികൾ, പോളിസി ക്രിയേഷൻ മേഖലകൾ തുടങ്ങി നിരവധി മേഖലകളിൽ ഇന്ന് ഹാദികൾ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് സമൂഹത്തെ അധർമ്മങ്ങളിൽ നിന്നും ഹീനമായ പ്രവർത്തനങ്ങളിൽ നിന്നും സംസ്കരിച്ചുകൊണ്ട് മാനുഷികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സമൂഹത്തെ നയിക്കാൻ കൽപ്പുള്ള ഒരു പറ്റം പണ്ഡിതരെ വാർത്തെടുക്കുന്നതിലൂടെ ജാമിഅത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ കാലത്തിൻ്റെ അനിവാര്യതയായി മാറിയിരിക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തു തന്നെ അവിടുത്തെ സ്വഹാബത്തിലൂടെ കൈമാറി കിട്ടിയ ഇസ്ലാമിൻ്റെ വിശ്വപ്രഭ അണയാതെ സൂക്ഷിച്ചുകൊണ്ട് ചരിത്രത്തിൽ എക്കാലത്തും ഉലമാക്കൾ നടത്തിപ്പോന്ന ദീനിൻ്റെ പ്രചാരണമെന്ന വിശുദ്ധമായ ദൗത്യം ലക്ഷ്യം വെച്ചുകൊണ്ട് നവകാല സമൂഹത്തെ മുന്നോട്ട് വഴി നടത്തുകയാണ് ജാമിഅത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ.